എങ്കിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറഞ്ഞു, ഖാലിഫിൽ യഹൂദ വൻ നസാറ, ജൂത നസാറാക്കളോട് നിങ്ങൾ എതിരാവണം. ജൂത നസാറാക്കളോട് നിങ്ങൾ എതിരാവണം. എങ്ങനെ എതിരാകേണ്ടത്? നാം എതിരാകുന്ന പോലെയല്ല. നമ്മള് റോഡിൽ കിടന്ന് സിന്ദാബ് വിളിക്കാൻ നമ്മൾ റെഡിയാണ്. നമ്മുടെ പ്രൊഡക്റ്റുകൾ ഒഴിവാക്കാൻ റെഡിയാണ്. ഇത് ജൂതന്റെ പ്രൊഡക്റ്റാണ്, വേണ്ട എന്ന് പറയാൻ നമ്മൾ റെഡിയാണ്. അത് ചെറുതായി ഞാൻ കാണുന്നില്ല, നല്ല കാര്യം തന്നെയാണ്. ജൂതന്റെ പ്രൊഡക്റ്റ് ഒഴിവാക്കാൻ ഉമ്മത്ത് റെഡിയാണ്. പക്ഷെ ജൂതന്റെ കല്യാണം ഒഴിവാക്കാൻ ഉമ്മത്ത് റെഡിയായോ? ജൂതന്റെ വസ്ത്രധാരണം ഒഴിവാക്കാൻ ഉമ്മത്ത് റെഡിയായോ? നസ്രാണിയുടെ വസ്ത്രം ഒഴിവാക്കാൻ ഉമ്മത്ത് റെഡിയായോ? ഇല്ല, അതിന് സാധ്യമല്ല. അതിന് ന്യായീകരണം പറയാൻ, ജൂതന്റെ കല്യാണം ഇനിയും നടത്തും, ജൂതന്റെ നസ്രാണിയുടെ കല്യാണം ഇനിയും നടത്തും എന്ന് മാത്രമല്ല, അവരുടെ ആഘോഷങ്ങളെ ആർഭാടത്തോടു കൂടി ആഘോഷിക്കും. ഇതാണ് ഈ ഉമ്മത്തിന്റെ തീരുമാനം. ആഘോഷം കഴിഞ്ഞില്ലേ, ഇനി ആഘോഷിക്കണോ? ആലോചിച്ചു നോക്ക് പ്രിയമുള്ളവരെ. ജൂത നസ്രാക്കളെതിരാകണമെന്ന് ഹബീബായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പഠിപ്പിക്കാൻ. അതിനെതിരാകേണ്ട അർത്ഥം റോഡിൽ കിടന്ന് സിന്ദാബ് വിളിക്കലല്ല. മെഹ്റാബിൽ ദുആ, അല്ലാഹുവേ ജൂതനെ നശിപ്പിക്കണം, സാണിയെ നശിപ്പിക്കണം, അവരങ്ങനെ ആക്കണം, ഇങ്ങനെ ആക്കണം. ദുആ എവിടെ ഫലിക്കാൻ? നിന്റെ ജീവിതത്തിൽ അവന്റെ സംസ്കാരം ഒഴിവാക്കിയിട്ടില്ല. നിന്റെ കല്യാണത്തിൽ അവന്റെ സംസ്കാരം ഒഴിവാക്കിയിട്ടില്ല. നിന്റെ കല്യാണങ്ങൾ എങ്ങനെ പൊടിപൊടിക്കണം, അതിനുള്ള കൺവെൻഷൻ സെന്ററുകൾ ഓരോ ദിവസവും ഉദ്ഘാടന കർമ്മം നിർവഹിച്ചുകൊണ്ടിരിക്കാൻ. നിന്റെ കല്യാണം മലീമസമാക്കാൻ, നിന്റെ കല്യാണം ജൂതന്റേതാക്കാൻ അതിനുള്ള ശ്രമം നടത്തിക്കൊണ്ടിരിക്കാൻ. അതിന് ഓരോ ദിവസം പുതിയ ബ്ലോഗർമാർ ഇറങ്ങിക്കാൻ, അവര് കാണിക്കുന്ന രൂപത്തിൽ നടത്താൻ മത്സരം നടന്നുകൊണ്ടിരിക്കാൻ. എന്നിട്ട് ഭയങ്കര ദുആ, അല്ലാഹ് നമ്മളെ സഹായിക്കണേ അല്ലാഹ്. എവിടെ ദുആ? നമ്മുടെ തലയ്ക്ക് മീതെ അല്ലാഹ് പുറത്തു വരട്ടെ. നമ്മുടെ എല്ലാ നിസ്കാരങ്ങളിലും ഫാത്തിഹയിൽ ഓതുകയാൻ, ഗൈരിൽ മഗ്ദൂബി അലൈഹിം വലദ്ദാലിൻ, ജൂതന്റെ വഴി വേണ്ട റബ്ബേ, സാറാടെ വഴി വേണ്ട റബ്ബേ. ദുആ ചെയ്താൽ മതിയോ? ഇത് അല്ലാഹുവോട് പറഞ്ഞാൽ മതിയോ?